പിന്നെ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം യൂട്യൂബിൽ നമ്മുടെ ഇപ്പോൾ ഷോപ്പുകളിൽ ഇത്ര 3 സ്റ്റോറുണ്ട്. ഈ 3 സ്റ്റോറിലും വളരെ ക്ഷീണിച്ചിട്ട് 40 കിലോ 45 കിലോ ഒക്കെ ഉള്ള വ്യക്തികൾ വന്നിട്ട് ചോദിക്കുന്നത് വേ പ്രോട്ടീനാണ്. അവർ ചോദിക്കുന്ന പറയുകയാണെങ്കിൽ അതിന് ഉത്തരം പറയുമ്പോൾ അത് യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണം, വേ പ്രോട്ടീനാണ് കഴിക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് നിങ്ങൾക്ക് ശരീരം വണ്ണം വെക്കണോ ഗെയിനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഗെയിനേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ പറയണോ അല്ല നമ്മൾ മുന്നൂറ്റി ദിവസം അത് ഉപയോഗിക്കാൻ പിന്നെ ആ ഒരു 30 ഡേയ്സോ 20 ഡേയ്സ് ഇത് കഴിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആകുകയുള്ളൂ. നിങ്ങൾ ഒരു വേ പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ ഒരു 10 ബോട്ടിൽ ഒരു 30,000 രൂപ ചിലവാക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഗെയിനായ നല്ല നിങ്ങൾ ഒരു 1,500 ഒരു ഗെയിനർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 അല്ല 5 കിലോളം കൂടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളിലോട്ട് പോവാതിരിക്കുക. നമ്മളെപ്പോഴും ഒരാൾ പറയുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാൾ എന്താണ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് മസിലുണ്ടായിട്ട് നിങ്ങളോട് കുറേ പറയണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അല്ലാതെ നിങ്ങൾ ഓൺലൈൻ നോക്കിയിട്ട് പിന്നെ സായികുമാർ പറയണ ഇവിടുത്തെ തണുത്ത രാജ്യമാണ്, തണുത്ത രാജ്യത്തൊക്കെ അത് പറയണത് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഇന്ത്യ രാജ്യത്തിലുള്ളത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അവിടെ കലോറിയൊക്കെ ഇഷ്ടംപോലെ കൂടുതൽ കഴിക്കാൻ പറ്റും. അത്രയും കലോറി ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ല ഡയബറ്റിക് പേഷ്യൻ്റ് ആവും. മനസ്സിലായി? അപ്പോൾ അത് ആവർത്തിക്കാതെ ഇരിക്കുക. ഇനി ഇവിടെ ഉള്ളവർ ഇവിടെ നല്ല ട്രെയിനർമാരുണ്ട്, കോച്ചസ് ഉണ്ട്, അത് ഡയറ്റീഷ്യന്മാരുണ്ട്, ന്യൂട്രീഷ്യൻ ഉണ്ട്. നിങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ ചെയ്തു പോകും. ഒരു കാര്യം നമ്മൾ വേ പ്രോട്ടീൻ മാസ് ഗെയിൻ നമ്മൾ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കാം. വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ബോഡിയുടെ ലീൻ മസിൽ ഡെവലപ്പ് ചെയ്ത് ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്നത് സാധനം. അത് നമ്മൾ ക്ഷീണിച്ച ഒരാൾ ഒരു മാസം ഇല്ല ഫാറ്റും ഇല്ലാത്ത ഒരു വ്യക്തി കൊണ്ടിട്ട് വേ പ്രോട്ടീൻ കഴിച്ച് എന്ത് സംഭവിക്കും? നിങ്ങപ്പോൾ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് കേട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കി കാര്യം. അപ്പോൾ ക്ഷീണിച്ചവരെപ്പോൾ ഉപയോഗിക്കേണ്ട മാസ്ക് ഗെയിനർ തന്നെ അതിലൊരു മാറ്റമില്ല. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് മാസ്ക് ഗെയിനർ നിങ്ങൾ വർഷമോളം തിന്നാനുള്ള സാധനമാണ്. നമുക്കൊരു 5 കിലോ കൂടാനുള്ള ഒരു വ്യക്തിക്കാണ് ഞങ്ങളുടെ അടുത്ത് സമീപിച്ച് കഴിഞ്ഞാൽ ഒരു 1,500 5 കിലോ ഗ്യാരണ്ടി തരും. 2 ആഴ്ച കൊണ്ട് അല്ല 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഒരു 5 കിലോ ഗ്യാരണ്ടി പോകും. അപ്പോൾ നിങ്ങൾക്ക് 5 കിലോ കൂട്ടണമെങ്കിൽ 1,500 മുടക്കിയാൽ നിങ്ങൾക്കൊരു 3,000 മുടക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 7 to 8 കിലോൻ്റെ അടുപ്പിച്ച് കൂടും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് ഭയങ്കര കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള മാസ്ക് ഗെയിനറിന് വേണ്ടി പൈസ ചിലവാക്കാം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വേ പ്രോട്ടീൻ എടുക്കരുത്. ഓക്കെ, പിന്നെ ഇതൊന്നും റെഗുലർ കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് പോലെ. ഇനി ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാവരും പറയും പ്യുവറാണ്. ശരിയാണ്, ഇതെല്ലാം പ്യുവർ തന്നെ. പക്ഷെ ഇത് ചീത്താതിരിക്കാൻ വേണ്ടി അതിൽ ഓൾറെഡി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ആ പ്രിസർവേറ്റീവ്സ് എല്ലാം നമ്മൾ ഓരോ മാസം റെഗുലറായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത്രയോ